കേരളത്തിന്റെ ഹൃദയഭൂമിയിൽ മലനിരകൾക്കിടയിൽ ഒരു മഹാത്ഭുതം ഉറങ്ങിക്കിടക്കുന്നു. ഇത് ഇടുക്കി ഡാമിന്റെ കഥയാണ്. മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും പ്രകൃതിയുടെ പ്രൗഢിയുടെയും കഥ. നൂറ്റാണ്ടുകൾക്കു മുൻപ് പെരിയാർ ഈ മലയിടുക്കുകളിലൂടെ കുതിച്ചൊഴുകി. കുറവൻ, കുറത്തി മലകൾ ഈ പുഴയുടെ നിത്യസാക്ഷികളായി തലയുയർത്തി നിന്നു. ഒരു നാടോടിക്കഥ ഈ മലകൾക്ക് ജീവൻ നൽകി. ശാപത്താൽ ശിലകളായി മാറിയ കുറവിന്റെയും കുറത്തിയുടെയും പ്രണയകഥ കാലം കാതോർത്തു. 1922 ഊരാളി ഗോത്രത്തലവനായ ചെമ്പൻ കരുവെള്ളായൻ കുലുമ്പൻ ഈ സ്ഥലം ലോകത്തിന് കാണിച്ചുകൊടുത്തു. അദ്ദേഹത്തിന്റെ കണ്ണുകളിലാണ് ഈ സ്വപ്നം ആദ്യം വിരിഞ്ഞത്. വേട്ടയ്ക്കെത്തിയ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ട് WJ ജോൺ കൊലുമ്പന്റെ വാക്കുകളിൽ നിന്നും ഈ മലയിടുക്കിലെ അനന്തസാധ്യതകൾ തിരിച്ചറിഞ്ഞു. ഒരു ആശയം പിറവിയെടുക്കുകയായിരുന്നു. 1932 ജോൺ തിരുവിതാംകൂർ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് നിരവധി പഠനങ്ങൾ നടന്നു. ഇറ്റാലിയൻ എഞ്ചിനീയർമാർ മുതൽ കേന്ദ്ര ജല കമ്മീഷൻ വരെ എല്ലാവരും ഈ പദ്ധതിയുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിച്ചു. ഒടുവിൽ 1963 കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകി. കേരളത്തിന്റെ ഊർജ്ജ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുകയായിരുന്നു. കാനഡയുടെ സാമ്പത്തിക, സാങ്കേതിക സഹായം ഈ ബൃഹത് പദ്ധതിക്ക് കരുത്തേകി. ഇരു രാജ്യങ്ങളും കൈകോർത്തപ്പോൾ അസാധ്യമെന്നു കരുതിയത് സാധ്യമായി. 1969 ഏപ്രിൽ 30 ഒരു ചരിത്രദിനം. ഇടുക്കി ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ആയിരക്കണക്കിന് തൊഴിലാളികൾ രാവും പകലും വിയർപ്പൊഴുക്കി. അവരുടെ കഠിനാധ്വാനമാണ് ഈ കരിങ്കൽ ഭിത്തികൾക്ക് ജീവൻ നൽകിയത്. ഇടുക്കി ഡാം ഒരു സാധാരണ അണക്കെട്ടല്ല. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. കുറവൻ, കുറത്തി മലകളെ കോർത്തിണക്കിയ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം. ഇടുക്കിയെ കൂടാതെ ചെറുതോണിയിലും കുളമാവിലും അണക്കെട്ടുകൾ ഉയർന്നു. മൂവരും ചേർന്ന് പെരിയാറിനെ തഴുകി ഒരു മഹാതടാകം സൃഷ്ടിച്ചു. നിർമ്മാണത്തിനായി പെരിയാറിനെ വഴിതിരിച്ചുവിട്ടു. കൂറ്റൻ തുരങ്കങ്ങളിലൂടെ നദി ഗതി മാറിയൊഴുകിയപ്പോൾ പ്രകൃതി മനുഷ്യന്റെ ഇച്ഛാശക്തിക്കു മുന്നിൽ വഴിമാറി. ലക്ഷക്കണക്കിന് ഘനമീറ്റർ കോൺക്രീറ്റും ആയിരക്കണക്കിന് ടൺ ഉരുക്കും ഓരോ തരിയും ഒരു വലിയ സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നു. കനത്ത മഴ, ദുർഘടമായ ഭൂപ്രകൃതി, സാങ്കേതിക വെല്ലുവിളികൾ, പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമായത്. പതുക്കെ പെരിയാറിന്റെ ജലം സംഭരണിയിൽ നിറഞ്ഞു തുടങ്ങി. താഴ്വാരങ്ങൾ വിസ്മൃതിയിലാണ്ടു. പുതിയൊരു ജലലോകം പിറന്നു. 1916 ഫെബ്രുവരി 12 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. ഇടുക്കി ഡാമിന്റെ യഥാർത്ഥ ശക്തി മൂലമറ്റത്തെ ഭൂഗർഭനിലയത്തിലാണ്. കേരളത്തിന്റെ സിരാകേന്ദ്രങ്ങളെ ഊർജ്ജസ്വരമാക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലക്ഷക്കണക്കിന് വീടുകളിൽ വെളിച്ചമെത്തിക്കുന്നു. നാടിന്റെ വികസനത്തിന് ഊർജ്ജം പകരുന്നു. വൈദ്യുതി മാത്രമല്ല, കൃഷിക്കും ഇടുക്കി ഡാം ജീവജലമാണ്. താഴെയുള്ള കൃഷിയിടങ്ങളെ സമ്പുഷ്ടമാക്കാൻ ഈ ജലം സഹായിക്കുന്നു. ഇന്ന് ഇടുക്കി ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഡാമിന്റെ പ്രൗഢിയും ജലാശയത്തിന്റെ സൗന്ദര്യവും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഡാമിനു ചുറ്റുമുള്ള വനപ്രദേശങ്ങൾ ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. നിരവധി ജീവജാലങ്ങളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം. ഷട്ടറുകളില്ലാത്ത ഇടുക്കി ആർച്ച് ഡാം, അതിന്റെ രൂപകൽപ്പനയിലെ മികവ് ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. മർദ്ദം താങ്ങാനുള്ള ഇതിന്റെ കഴിവ് അപാരമാണ്. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുമ്പോൾ ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കും. പെരിയാർ വീണ്ടും അതിന്റെ പ്രതാപത്തോടെ ഒഴുകും. ഇടുക്കി ഡാം കേരളത്തിന്റെ ജീവനാഡിയാണ്. ഊർജം, ജലം, വിനോദം, പരിസ്ഥിതി ഇതിന്റെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഈ മഹാസൗധത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നിരന്തരമായ നിരീക്ഷണങ്ങൾ നടക്കുന്നു. സാങ്കേതിക വിദ്യയും മനുഷ്യപ്രയത്നവും ഇവിടെ ഒരുമിക്കുന്നു. കാലപ്രവാഹങ്ങളെ അതിജീവിച്ച് ഇടുക്കി ഡാം തലയുയർത്തി നിൽക്കുന്നു. ഭൂകമ്പങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള നിർമ്മിതി. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഓരോ വ്യക്തിക്കും, പേരറിയുന്നവരും അല്ലാത്തവരുമായ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും ഒരു നിമിഷം നമുക്ക് നന്ദി പറയാം. നാളെയുടെ തലമുറകൾക്കായി ഈ മഹാത്ഭുതം ഇവിടെ നിലനിൽക്കും.
കേരളത്തിന്റെ ഊർജ്ജസ്വലമായ ഭാവിയുടെ പ്രതീകമായി. ഇടുക്കി ഡാമിന്റെ കഥ മനുഷ്യന്റെയും പ്രകൃതിയുടെയും സഹവർത്തിത്വത്തിന്റെ കഥയാണ്. ഒഴുകിത്തീരാത്ത, പറഞ്ഞു തീരാത്ത ഒരു ഇതിഹാസം. ഒരു ജനതയുടെ സ്വപ്നങ്ങളുടെയും ഒരു നാടിന്റെ അതിജീവനത്തിന്റെയും പ്രതീകമായി ഇടുക്കിയെന്നും നിലകൊള്ളും. നമ്മുടെ പൂർവികർ പണിതുയർത്തിയ ഈ അത്ഭുതത്തെ നമുക്ക് സംരക്ഷിക്കാം. വരും തലമുറകൾക്ക് പ്രചോദനമായി. ഒരു ഗോത്രത്തലവന്റെ ദർശനത്തിൽ തുടങ്ങി ഒരു ജനതയുടെ അഭിമാനമായി മാറിയ ഇടുക്കിയുടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.